സ്വാഗതം. നമ്മളിന്ന് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. 20 വയസ്സുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന അർച്ചന വിജയൻ. എന്തുകൊണ്ടാണ് അർച്ചനയെ പരിചയപ്പെടുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അർച്ചനയെ പരിചയപ്പെട്ടാൽ നിങ്ങൾക്കൊരിക്കലും പഴയ ആളായി തുടരാനാണ്. എനിക്കതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് ഇനി ഒരു കാര്യവും നമ്മൾ മാറ്റിവെക്കില്ല. സി ദി ലൈഫ് ഓഫ് അർച്ചന. ഒന്നിനും ഒരു കുറവുമില്ലാതിരുന്നിട്ടും അലസതയുടെ ഈസി ചെയറിൽ മലർന്നു കിടന്ന് പരാജയ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നവർക്ക് ഈ വീൽ ചെയറിലേക്ക് നോക്കാം. അതിലിരിക്കുന്നത് അർച്ചനയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും തോളിൽ നിന്നിറങ്ങിയ കാലം മുതൽ അതിലിരിക്കേണ്ടി വന്നിട്ടും ജീവിതം പൊന്നാക്കിയ പെൺകുട്ടി. ഇപ്പോൾ MBBS പഠിക്കുന്ന അവളെ കാണണമെന്ന് വെച്ച് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. വിശ്വസിക്കാനായില്ല. ബുറാൻ സോമൻസിൻ്റെ ഇസ്താംബുൾ എന്ന കഥ തുടങ്ങുമ്പോൾ പറയുന്നത് പോലെ സത്യത്തിൽ ഇതൊരു നീണ്ട കഥയാണ്. പക്ഷേ ഞാനത് ചുരുക്കി പറയാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ C ബ്ലോക്കിൻ്റെ വാതിലിനടുത്ത് നിൽക്കുമ്പോഴാണ് അർച്ചനയെ ആദ്യമായി കണ്ടത്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു വീൽ ചെയറാണ് വരാന്തയുടെ അങ്ങേയറ്റത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അകലം കൂടുതലും വെളിച്ചം കുറവുമായിരുന്നതിനാൽ അതിലിരിക്കുന്നയാളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടി. നിമിഷങ്ങൾ കൊണ്ട് അവൾ അടുത്തെത്തി. പ്രിയപ്പെട്ട ചില കൂട്ടുകാരുമുണ്ട്. എല്ലാവരും 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾ. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. അർച്ചനയുടെ തുറന്ന ചിരിയും പ്രസന്നമായ പെരുമാറ്റവും നാം കരുതി വെച്ച ചോദ്യാവലികളെ വലിച്ചു കീറിക്കളയും. ഡോക്ടർ ആകണമെന്ന് ചെറുപ്പത്തിൽ തീരുമാനിച്ചു. ഇപ്പോൾ അതിനായി പഠിക്കുന്നു. അതിനിടയ്ക്കുള്ള പോരാട്ടമാണ് നമുക്ക് കേൾക്കേണ്ടത്. ഒരു വീൽ ചെയറിലെ ഇരിപ്പ് കൊണ്ട് അട്ടിമറിക്കാവുന്നതല്ല ജീവിതമെന്ന് 20 വർഷത്തെ ജീവിതം കൊണ്ട് തെളിയിച്ച പെൺകുട്ടിയാണ് അർച്ചന. പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശിയിലാണ് വീട്. അച്ഛൻ ശ്രീപാദം പിഷാരത്ത് PK വിജയൻ പോസ്റ്റ്മാനാണ്. അമ്മ ദേവി. മകളെ കോളേജിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമായി മെഡിക്കൽ കോളേജിനടുത്ത് വാടക വീട്ടിൽ ഇപ്പോൾ മകൾക്കൊപ്പം താമസിക്കുന്നു. സഹോദരൻ വിഷ്ണു ബംഗളൂരുവിൽ സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അർച്ചനയ്ക്ക് സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന ജന്മനാ ഉള്ള രോഗമാണ്. ശരീരത്തിൻ്റെ മസിൽ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന നെർവസ് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് നടക്കാനും മറ്റു കാര്യങ്ങൾ സ്വയം ചെയ്യാനുമൊക്കെ ബുദ്ധിമുട്ടാണ്. വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും ആരുടെയെങ്കിലും സഹായം വേണം. കൈകാലുകൾ ഉയർത്താൻ എളുപ്പമല്ല. സ്റ്റെയർ കേസ് കയറാനുമാവില്ല. ബാല്യകാലത്ത് ഒന്നും തനിയെ ചെയ്യാനാവില്ലായിരുന്നു. അലോപ്പതിയും ആയുർവേദ ചികിത്സയുമൊക്കെ ഏറെ നടത്തി. ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ചികിത്സകൾ തുടരുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല അവളെ വ്യത്യസ്തയാക്കുന്നത്. ഇച്ഛാശക്തിയും കഠിനാധ്വാനവുമാണ് അവളുടെ വിജയത്തിനെല്ലാം പിന്നിൽ. തൻ്റെ സ്വപ്നങ്ങളെ അവൾ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ആട്ടിപ്പായിച്ചില്ല. നന്നായി പരിശ്രമിച്ച് അതൊക്കെ യാഥാർത്ഥ്യമാക്കി. ചെറുപ്പം മുതൽ അവൾ എല്ലാം തികഞ്ഞവരെ പിന്നിലാക്കി സമ്മാനങ്ങൾ നേടിത്തുടങ്ങി. പഠനം തുടങ്ങിയപ്പോൾ മുതൽ മുന്നിൽ തന്നെ. പഠിക്കാൻ ആരും നിർബന്ധിക്കേണ്ട, ഒക്കെ യഥാസമയം ചെയ്തുകൊള്ളും. കലാസാഹിത്യ പരിപാടികളൊന്നും ഒഴിവാക്കില്ല. മത്സരങ്ങൾക്കെല്ലാം പേര് കൊടുക്കും. മിക്കതിനും ഒന്നാമതെത്തി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിതകൾ എഴുതി. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ തിരഞ്ഞെടുത്ത കവിതകൾ പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിൻ്റെ പേര് അർച്ചന പൂക്കൾ. ഈ കുട്ടി തന്നെയാണോ ഇതൊക്കെ എഴുതിയതെന്ന് നാം അമ്പരന്നു പോകുമെന്നും വാക്കുകൾ രൂപപ്പെടുത്തുന്ന രീതിയിൽ കവിത്വം സ്ഫുരിക്കുന്നുവെന്നുമാണ് അവതാരികയിൽ അക്കിത്തം എഴുതിയത്. അതിനിടെ ക്ലാസിക്കൽ സംഗീതം പഠിച്ചു. കഥാപ്രസംഗത്തിലും കവിതയിലും പ്രസംഗത്തിലും ഉൾപ്പെടെ എല്ലാത്തിലും കഴിവ് തെളിയിച്ചു. സംസ്ഥാന യുവജനോത്സവത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടി ആസ്വാദകരുടെ കയ്യടി നേടി. അനുമോദന പ്രവാഹമായിരുന്നു. കൂട്ടുകാരുടെയും അമ്മയുടെയും കൈപിടിച്ച് അർച്ചന വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചതോടെ കോളേജിൻ്റെ കവാടത്തിൽ നിന്നു തന്നെ അവൾ പാടി. തൻ്റെ കവിതാ സമാഹാരത്തിലെ അക്ഷരത്തോണി എന്ന കവിത. അമ്മ തന്നുദരത്തിൽ 9 മാസത്തെ നിദ്രയെ വിട്ടു ഞാൻ ധരണി പോകി. അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യത്തോടൊപ്പം അമ്മ എന്ന
എന്നാദ്യമായുച്ചരിച്ചു. അക്ഷരലോകത്തെ കൂട്ടുകാരൊത്തു ഞാൻ ആദ്യമായി ഭൂമിയിൽ പിച്ച വെച്ചു. കുഞ്ഞിളം നാവിൽ ഹരിശ്രീ കുറിച്ചു ഞാൻ അക്ഷരലോകത്തു പിച്ച വച്ചു. വർഷങ്ങളഞ്ചു കഴിഞ്ഞൊരു നാളിലായി താതനുമെന്നെ വിളിച്ചിരുത്തി. താതൻ്റെ കൈ പിടിച്ചാദ്യമായന്നു ഞാൻ പള്ളിക്കൂടത്തിലേക്കെത്തി നോക്കി. ആചാര്യന്മാരുമായാടിയും പാടിയും അക്ഷരത്തോണിയിലുല്ലസിച്ചു. അരികെയായുള്ളൊരു വായനശാലയിൽ നിന്നറിവിൻ്റെ ലോകം തുറന്നെടുത്തു. അനന്തമായുള്ളൊരു അറിവിൻ്റെ ലോകത്ത് ഞാൻ വെറുമൊരു പുൽക്കൊടി മാത്രമല്ലോ. അനന്തമായുള്ളൊരു അറിവിൻ്റെ ലോകത്ത് ഞാൻ വെറുമൊരു പുൽക്കൊടി മാത്രമല്ലോ. സ്വന്തം ശൈശവവും ബാല്യവും കൗമാരവുമൊക്കെയുണ്ട് വരികളിൽ. പക്ഷേ കവിതയിൽ ഒരിടത്തും സങ്കടങ്ങളുടെ ഒരു വാക്കുപോലുമില്ല. ചുറ്റും നിന്ന വിദ്യാർത്ഥികൾ അർച്ചനയെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ജസ്റ്റ് ഒരു കൈ കൊടുത്താൽ മതി, ബാക്കി സ്റ്റെപ്പ് ഇറങ്ങി വന്നോളും. പിന്നെ ഡിസെക്ഷൻ ഹാളിലാണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളിൽ നിന്ന് ശരിക്കും അതിന് അർച്ചനയ്ക്ക് ഒരു വ്യത്യാസമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. നമ്മളും ഇവിടെ ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്, ഒരേ സ്ഥലത്ത് ഒരേ കോളേജിൽ ഒരേ ക്ലാസ് റൂമിൽ. അത് ഈ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഇവിടെ എത്തുക പോലും ഇല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയൊരു മനോധൈര്യമോ അത്രയൊരു ആത്മവിശ്വാസമോ എനിക്കില്ലായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അവളുടെ ആത്മവിശ്വാസം, അവളുടെ മനോധൈര്യവും തന്നെയാണ് അവളുടെ വിജയത്തിൻ്റെ രഹസ്യം. ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മേലെ തന്നെ പറയണം അവളെ എത്തിച്ചത്. കൂട്ടുകൂടാനും പഠിക്കാനുമൊക്കെ ഒരുപോലെ മിടുക്കിയാണ്. അത്യാവശ്യ സമയത്ത് മാത്രമാണ് അടുത്ത കൂട്ടുകാരുടെ പോലും സഹായം ചോദിക്കുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ യന്ത്രവത്കൃത ചക്രക്കസേരയെ ഓടിച്ച് അവൾ തന്നെ ചെയ്തുകൊള്ളും. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങി. കഠിനാധ്വാനം കൊണ്ട് തൻ്റെ ന്യൂനതകൾക്കുമേൽ അവൾ അധിക ചിഹ്നങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഡോക്ടർ ആകണമെന്ന അടക്കാനാവാത്ത ആഗ്രഹങ്ങളുടെ ചിറകുകളായി അവളുടെ പ്രോഗ്രസ് കാർഡുകൾ മാറി. പക്ഷേ എല്ലാം വിചാരിച്ചതുപോലെ നടന്നില്ല. +2-നും 2017 മെഡിക്കൽ എൻട്രൻസിനും ഉന്നത വിജയം നേടി. ശാരീരിക ന്യൂനതകളുള്ളതിനാൽ അതിനുള്ള സംവരണത്തിൽ പ്രവേശനത്തിന് ശ്രമിച്ചു. സംസ്ഥാനത്തും ദേശീയ തലത്തിലും ശ്രമിച്ചു. പക്ഷേ ശാരീരിക ന്യൂനതകൾ കൂടുതലാണെന്നും പഠനം ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞ് രണ്ടിടത്തും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. ഓൾ ഇന്ത്യ കോട്ടയിൽ കോഴിക്കോട് അഡ്മിഷൻ ലഭിക്കേണ്ടതായിരുന്നെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കിട്ടിയില്ല. MBBSനുള്ള ശ്രമം ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും കോഴ്സിന് ചേരാൻ എല്ലാവരും ഉപദേശിച്ചു. പക്ഷേ അർച്ചന പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. അടക്കാനാവാത്ത സ്വപ്നങ്ങളും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. തോറ്റു പിന്മാറിയാൽ പിന്നെ അർച്ചനയില്ല. അച്ഛനോടും അമ്മയോടും തീർത്തു പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആയേ പറ്റൂ. വീണ്ടും പരിശ്രമിച്ചു. തൃശ്ശൂരിലെ PC തോമസ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ വീണ്ടും പഠിക്കാൻ പോയി. 2018 വീണ്ടും എൻട്രൻസ് എഴുതി. ഒരു സംവരണത്തിനും പോയില്ല. ആരുടെ സർട്ടിഫിക്കറ്റിനും കാത്തിരുന്നില്ല. ജനറൽ കോട്ടയിൽ ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ കോട്ടയത്ത് പ്രവേശനം കിട്ടി. കോഴിക്കോട്ട് പഠിക്കുന്നതായിരുന്നു ഇഷ്ടമെന്നതിനാൽ വലിയ താല്പര്യത്തോടെയല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത്. പക്ഷേ പ്രിൻസിപ്പലും അധ്യാപകരും കൂട്ടുകാരുമൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. മാറ്റത്തിന് ശ്രമിച്ചില്ല. അസൗകര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി മാറി. അധ്യാപകർക്കും കൂട്ടുകാർക്കുമൊക്കെ അവൾ പ്രചോദനമായിരുന്നു. താമസിക്കാൻ വാടക വീട് നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ് തന്നെയാണ്. അഭിമാനത്തോടെയാണ് അദ്ദേഹം അവളെ ചേർത്തു പിടിച്ചത്. അർച്ചനെ പോലെ ഒരു സ്റ്റുഡൻറ്റിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് കിട്ടിയത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പോരാട്ടങ്ങൾ നടത്തിയും ഒത്തിരി അധ്വാനിച്ചും നേടിയെടുത്ത MBBS സീറ്റ് തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ അർച്ചനയ്ക്ക് സാധിക്കും. ആദ്യ ദിവസം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, സ്വയം ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ വിചാരിച്ച കാര്യം ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ആശയമുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അർച്ചന തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുകയും നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് പുറത്തു വരികയും
സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു ഡോക്ടറായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോളേജ് കവാടത്തിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ച് അമ്മ ദേവി കാറിൽ കയറ്റി. അവൾക്ക് വേണ്ടി മാത്രം വാങ്ങിയ കാറിൽ അവൾക്ക് വേണ്ടി മാത്രം ഡ്രൈവിംഗ് പഠിച്ച അമ്മയും കയറി. മെഡിക്കൽ കോളേജിലും പരിസരത്തുമൊക്കെ ഈ അമ്മയും മകളും ഇപ്പോൾ പരിചിതരാണ്. ക്ലാസ് മുറികളുടെ വാതിൽക്കൽ മകളുടെ വീൽചെയറിന് കാതോർത്ത് ദേവിയും ഉണ്ടാകും. ഉദരം മാത്രമല്ല, ജീവിതവും മകൾക്ക് സമ്മാനമായി കൊടുത്ത് നിഴൽ പോലെ ഈ അമ്മ എന്നും ഒപ്പമുണ്ട്. വാടക വീട്ടിലെ കട്ടിലിരുന്ന് ജീവിതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ള സന്ദേശമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചെറിയ പരാജയങ്ങൾക്ക് മുന്നിൽ വിട്ടുകൊടുക്കരുത്. പോയതൊക്കെ പോട്ടെ. ഹാപ്പി ന്യൂ ഇയർ.